ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കിയാലോ? ഇന്ന് ഞാൻ ഫുള്ളി ഹാൻഡ് മെയ്ഡ് ആയിട്ട് 15 ടൈപ്പ് ഓഫ് പാറ്റേൺ പേപ്പേഴ്സ് നിങ്ങളെ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. ഞാനിതിൽ ബ്രഷ് പെൻ, സ്കെച്ച് പെൻ ആൻഡ് പെയിന്റ് ഇത് 3 യൂസ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയാലോ? ഫസ്റ്റ് ഡിസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ചെക്ക് ഡിസൈൻ തന്നെയാണ് ഞാൻ ചെയ്തു കൊടുത്തേക്കുന്നത്. ഈ പാറ്റേൺ പേപ്പർ എല്ലാം ഞാൻ A5 സൈസിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു ബ്രഷ് പെൻ എടുത്ത ശേഷം വീഡിയോ കാണുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു കൊടുത്താൽ നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ ഇവിടെ റെഡി. നമ്മുടെ സെക്കൻഡ് പാറ്റേൺ നോക്കാം. അതിനായിട്ട് ഞാൻ സെയിം ബ്രഷ് പെൻ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ബ്രഷ് പെൻ കയ്യിലില്ലെങ്കിൽ സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സെക്കൻഡ് പാറ്റേൺ. ഇനി നമ്മുടെ മൂന്നാമത്തെ പാറ്റേണും ഒരു ഫ്ലവർ ഡിസൈൻ തന്നെയാണ്. അപ്പം ബ്രഷ് പെന്നോ സ്കെച്ച് പെന്നോ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് അതിനകത്ത് ഫുള്ള് കളർ ചെയ്തിട്ട് കൊടുക്കാം. ശേഷം അതിന്റെ സെന്റർ പോർഷൻ വന്നിട്ട് ഇതുപോലെ ഒന്ന് ഡാർക്ക് ആക്കി കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് ലീവ്സ് ഒക്കെ അവിടെ ഇവിടെ ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. സ്കെച്ച് പെൻ യൂസ് ചെയ്യുമ്പോൾ ലൈറ്റ് കളേഴ്സ് ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് നാലാമത്തെ പാറ്റേൺ നോക്കാം. അതിനായിട്ട് ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ലൈൻസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വേറൊരു കളർ ബ്രഷ് പെൻ എടുത്ത ശേഷം വീഡിയോ കാണുന്ന പോലെ നമുക്ക് കുറച്ച് പെറ്റൽസ് വരച്ചു കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ ഏകദേശം ഒരു റോസിന്റെ ഷേപ്പിൽ കിട്ടും. ഇനി നമുക്ക് കുറച്ച് ലീവ്സ് അതിലേക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വള്ളിയും പുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഡിസൈൻ ചെയ്യാം. ഇത് എന്തിനാ ചെയ്തതെന്ന് എനിക്കറിയില്ല കേട്ടോ. ജസ്റ്റ് ഞാനൊരു റെഫറൻസ് കണ്ടപ്പം അതുപോലെ ചെയ്തതേ ഉള്ളൂ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ നാലാമത്തെ പാറ്റേൺ. എങ്ങനെയുണ്ട്? ക്യൂട്ട് ആയിട്ടില്ലേ? ഇനി നമുക്ക് അഞ്ചാമത്തെ പാറ്റേൺ നോക്കാം. അതും ഒരു ഫ്ലവർ പാറ്റേൺ തന്നെയാണ്. അതിനായിട്ട് ഒരു ബ്രഷ് പെൻ എടുത്ത ശേഷം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ബ്രഷ് പെൻ കുറച്ച് ലൈറ്റ് ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാനത് മാറ്റി ഒരു സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഗ്രീൻ കളർ സ്കെച്ച് പെൻ എടുത്ത ശേഷം നമുക്ക് അതിൽ തണ്ട് വരച്ചു കൊടുക്കാം. അത് ഒരേ ഷേപ്പിൽ വരയ്ക്കണമെന്നില്ല കേട്ടോ. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ഒന്ന് കർവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ അഞ്ചാമത്തെ പാറ്റേൺ. അപ്പൊ ഇനി ആറാമത്തെ പാറ്റേൺ നോക്കാം. ഇതുവരെ നമ്മൾ വരച്ചത് കുറച്ച് ഈസി ആയിട്ടുള്ളതായിരുന്നു. പക്ഷെ ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ കാണുന്ന പോലെ ബ്ലാക്ക് സ്കെച്ച് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കാം. ശേഷം വേറൊരു കളർ സ്കെച്ച് എടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ഫ്ലവർ പാറ്റേൺ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിനകം എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത ശേഷം ഇതുപോലെ ലീവ്സും ഒക്കെ ഒന്ന് വരച്ചിട്ട് കൊടുക്കാം. ഇനി അതിന്റെ ഇടയിൽ വരുന്ന സ്പേസിലൊക്കെ ഓരോ ഫ്ലവേഴ്സ് ആയിട്ട് വരച്ചു കൊടുത്തിട്ട് നമുക്ക് ആ സ്പേസ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് കൊടുക്കാം. അപ്പൊ ഇതാണ് ആറാമത്തെ പാറ്റേൺ. ഇനി നമുക്ക് ക്യൂട്ട് ആയിട്ടുള്ള ഒരു പാറ്റേൺ നോക്കിയാലോ? അതിനായിട്ട് ഇതുപോലൊരു ബ്രഷ് പെൻ എടുത്ത ശേഷം ഇങ്ങനെ ഒരേ വട്ടം വരച്ചു കൊടുക്കാം. ശേഷം നമുക്ക് അതിന് ഒരു ചെവിയും തലയും ഒക്കെ വരച്ചു കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഒരു ബ്ലാക്ക് സ്കെച്ച് യൂസ് ചെയ്തിട്ട് രണ്ട് കണ്ണും മൂക്കും ഒക്കെ വരച്ചു കൊടുത്താൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പാറ്റേൺ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ കൊച്ചുമക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ കേട്ടോ. ഇത് ഈസി ആയിട്ട് നമുക്ക് വരച്ചെടുക്കാം. നിങ്ങൾ വരയ്ക്കുന്ന ടൈമിൽ നല്ല നീറ്റായിട്ട് വരയ്ക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് എട്ടാമത്തെ പാറ്റേൺ നോക്കാം. അതിനായിട്ട് ഇതുപോലൊരു റെഡ് കളർ സ്കെച്ച് പെൻ യൂസ് ചെയ്ത ശേഷം ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് കുറച്ച് അടിച്ചു കൊടുക്കാം. ശേഷം കുറച്ച് വാട്ടർ സ്പ്രേ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫിംഗർ അതിലേക്ക് ടച്ച് ചെയ്ത ശേഷം ഇതുപോലെ കുറച്ച് ഫിംഗർ പ്രിന്റ് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് റോസ് ആണ് വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം വരച്ചത് കുറച്ച് ശരിയാവാഞ്ഞിട്ട് ഞാൻ പേപ്പറിന്റെ മുകൾ വശമൊക്കെ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വരച്ചു വന്നപ്പം ഏകദേശം റോസിന്റെ ഷേപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഒമ്പതാമത്തെ പാറ്റേൺ നോക്കാം. അതിനായിട്ട് കുറച്ച് അധികം സ്കെച്ച് പെൻ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്ന് എടുത്ത ശേഷം ഈ വീഡിയോ കാണുന്ന പോലെ നമുക്ക് പല സൈസിലുള്ള കുറച്ച് സർക്കിൾസോ ഓവൽ ഷേപ്പിലോ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇതും കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. എന്നാലും അതിന്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒമ്പതാമത്തെ പാറ്റേൺ. ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം. അതിനായിട്ട് ഞാനൊരു ബ്രഷ് പെൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പേസ്റ്റൽ ഷെയ്ഡിലുള്ള ബ്രഷ് പെൻ എടുത്ത ശേഷം വീഡിയോ കാണുന്ന പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ആ വൈറ്റ് കാണത്തക്ക രീതിക്ക് നമ്മളൊന്ന് ഷെയ്ഡ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ 10ാമത്തെ പാറ്റേൺ.
നെക്സ്റ്റ് പാറ്റേൺ നിങ്ങളിൽ പലരും ചെയ്തിട്ടുള്ളതായിരിക്കും. ഒരു OHP ഷീറ്റ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത ശേഷം ഇതുപോലെ സ്കെച്ച് പെൻ വെച്ചിട്ട് ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാറ്റേൺ ചെയ്യേണ്ട പേപ്പർ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ആ പേപ്പർ പതിയെ അതിൽ നിന്ന് ഒഴിച്ചെടുക്കാം. ശേഷം എക്സസ് ആയിട്ട് വരുന്ന വാട്ടർ എല്ലാം ഒരു ടിഷ്യൂ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് തുടച്ചു മാറ്റാം. ഇനി ഈ പേപ്പർ കുറച്ച് നേരം ഒരു ഫാനിന്റെ ചോട്ടിലോ അല്ലെങ്കിൽ സൺലൈറ്റിലോ വെച്ചാൽ ഇതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ അടുത്ത പാറ്റേൺ. ഇനി നമുക്ക് പെയിന്റ് യൂസ് ചെയ്തിട്ട് ഒരു പാറ്റേൺ ചെയ്തെടുക്കാം. അതിനായിട്ട് പിങ്ക് കളറിലുള്ള ഒരു പെയിന്റ് ഞാൻ എടുത്ത ശേഷം ഈ പേപ്പർ ഫുൾ ആയിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ബഡ്സിൽ കുറച്ച് പെയിന്റ് ആക്കിയ ശേഷം ഇതുപോലെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പേൾ വൈറ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി ബഡ്സിൽ കുറച്ച് യെല്ലോ കളർ ആക്കിയ ശേഷം സെൻട്രലിൽ ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഏകദേശം ഫ്ലവർ പാറ്റേണിൽ നമുക്ക് കിട്ടും. ഇതാണ് 12th പാറ്റേൺ. ഇനി നമുക്ക് ഒരു പിൻട്രസ്റ്റ് വൈബുള്ള പാറ്റേൺ ചെയ്തെടുത്താലോ. അതിനായിട്ട് ഒരു പിങ്ക് കളർ സ്കെച്ച് യൂസ് ചെയ്തിട്ട് ഇതുപോലെ കുറെ ബോസ് വരച്ചു കൊടുക്കാം. ഇത് എളുപ്പമായിട്ടോ വരച്ചെടുക്കാൻ. ഇനി അതിന്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഹാർട്ട് വരച്ചു കൊടുക്കാം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പാറ്റേൺ ആണ് ഇത്. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആട്ടോ 14ാമത്തേത്. ഒരു ബ്ലാക്ക് സ്കെച്ച് യൂസ് ചെയ്തിട്ട് ഇതുപോലെ കുറെ ഹാർട്ട് ഈ പേപ്പർ ഫുൾ ആയിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇനിയാണ് മക്കളെ നമ്മുടെ 15ാമത്തേതും അവസാനത്തേതും കുറച്ച് കോംപ്ലിക്കേറ്റഡുമായിട്ടുള്ള പാറ്റേൺ. ഈ ഒരു പാറ്റേണോട് കൂടി നമ്മുടെ കലാപരിപാടികൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അതിനായിട്ട് ഒരു ബ്ലാക്ക് സ്കെച്ച് യൂസ് ചെയ്തിട്ട് ഇതുപോലെ കുറെ ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു കൊടുക്കുക. ഇനി ഒന്നിടവിട്ടിട്ടുള്ള ഓരോ ബോക്സസും നമുക്ക് ബ്ലാക്ക് കളർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് കൊടുക്കുക. വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ മൊത്തം കയ്യിൽ നിന്ന് പോകും. അങ്ങനെ ഒരുവിധം ഞാൻ വരച്ച് ഒപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് കാണാനായിട്ട് ഒരു ചെസ് ബോർഡ് പോലെ ഇരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ആ വൈറ്റ് പോർഷൻ വരുന്ന ഭാഗത്ത് കുറച്ച് ബ്ലാക്ക് ഹാർട്ടും അതുപോലെ തന്നെ ഈ ബ്ലാക്ക് വരുന്നിടത്ത് നമുക്ക് കുറച്ച് സിൽവർ അല്ലെങ്കിൽ വൈറ്റ് ഹാർട്ട് ചെയ്ത് കൊടുക്കാം. വൈറ്റ് ആദ്യം ചെയ്തിട്ട് അതങ്ങനെ ശരിയാവാത്തോണ്ട് ഞാൻ അത് മാറ്റി സിൽവർ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ അവസാനത്തെ പാറ്റേൺ. അപ്പൊ കുറച്ച് ക്ഷമയും കുറച്ച് സമയവും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലുള്ള ക്യൂട്ടായിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സ് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. ഇനി വലിയ വില കൊടുത്ത് നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട കാര്യമില്ല. ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പം ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺ ഏതാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മൾ 1K ഫാമിലി ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗീവ് അവേ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിന്നേഴ്സിനെ ഞാൻ ഈ ഗിഫ്റ്റ് എല്ലാം പാക്ക് ചെയ്ത ശേഷം അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഉടനെ തന്നെ കാണും. ഈ ആഴ്ചയിൽ തന്നെ ഞാൻ അത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ.